ഹായ് ഹലോ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു ചിക്കൻ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ഒരുപാട് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മന്തി മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മന്തി മസാലയ്ക്കായിട്ട് ഇത്രയും സ്പൈസസ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള സ്പൈസസ് എല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്. അതിൽ 1/4 ഭാഗം മാത്രമേ നമ്മൾ പൊടിക്കാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മസാല നമുക്കൊന്ന് ചിക്കനിലേക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് നമുക്കൊന്ന് ചതച്ചിട്ട് എടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1 കിലോ അളവിലുള്ള മന്തി റൈസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കളറിലുള്ള മന്തി റൈസാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഞാൻ 1 മണിക്കൂർ സോക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് 1 മണിക്കൂർ. അപ്പോൾ ഇനി നമുക്ക് ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അതിനായിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ നമുക്ക് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ഒരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 2 മാഗി ക്യൂബാണ് വരുന്നത്. അപ്പോൾ ഒരു മാഗി ക്യൂബ്, അതേപോലെ തന്നെ മല്ലിയില, നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാഗി ക്യൂബ്, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ചിക്കനിലേക്ക് ഇറങ്ങുമ്പോഴാണ് ചിക്കന് നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു ഗരം മസാല ഉണ്ടല്ലോ, മന്തി മസാല, അതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ആ പൊടിച്ച് വെച്ചിട്ടുള്ള ഫുള്ളായിട്ട് ഇടുന്നില്ല, കുറച്ച് ബാക്കി വെക്കുന്നുണ്ട്. ഇതിൽ മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സ് ആക്കണം. അതിന് മുന്നേ കുറച്ച് റെഡ് ഫുഡ് കളർ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഓരോ ചിക്കനായിട്ട് ഈ ഒരു മന്തി മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മന്തി മസാല ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ആക്കാം. അതിന് മുന്നേ തന്നെ ചിക്കനിൽ നമ്മൾ ഒരുപാട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മന്തി മസാല ചിക്കനിലേക്ക് നല്ലപോലെ ഇറങ്ങിക്കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് സമയത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല, ഒരു 10 മിനിറ്റ്. ആ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസിലേക്ക് വേണ്ട സ്പൈസസും കൂടി ഒന്ന് എടുക്കാം. അതിനായിട്ട് ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ എടുത്തിട്ടുള്ള എല്ലാ സ്പൈസസും കൂടി ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഫുൾ ഫ്ലെയിമിൽ 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ 3 മിനിറ്റ് തിരിച്ചും മറച്ചു വിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി മൂടി വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. നമ്മുടെ റൈസ് കുക്കായി വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ ചിക്കനും നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. ഇടയ്ക്കൊന്ന് മൂടി മാറ്റി കൊടുത്ത് തിരിച്ചും മറച്ചു വിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ചിക്കൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ മന്തി പീസായിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതാണ് ഇത്ര വലിപ്പത്തിൽ കിട്ടിയത്. ഇനി റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച വെള്ളത്തിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എല്ലാ സ്പൈസസും മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഒരു എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾ ഈ ഒരു റൈസ് വേവിക്കുന്ന വെള്ളത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് ഒരുപാടങ്ങ് വെന്ത് പോവരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്, ഒരു അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇനി നമുക്ക് മന്തി ഒന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പം ഞാൻ സെപ്പറേറ്റ് ചിക്കൻ വേറെ, അതിൻ്റെ എണ്ണ വേറെയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനും അതേപോലെ തന്നെ മന്തി റൈസും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ചിക്കൻ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓയിലുണ്ടല്ലോ, ആ ഒരു ഓയിലും കൂടി ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസാലയും കൂടിയുള്ളൊരു ഓയിലാണ്. അപ്പോൾ ആ ഒരു റൈസിന് നല്ല ഫ്ലേവർ ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഓയിൽ നമ്മൾ മുഴുവനായിട്ട് ഈ ഒരു റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് ചിക്കനായിട്ട് സൈഡായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. റൈസിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ആ ഒരു ചൂടിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് 2-3 പച്ചമുളക് ഈ റൈസിലേക്കൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഈ റൈസിനും ചിക്കനും നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നടുവിലായിട്ട് ഒരു ബൗളിൽ കുറച്ച് തീക്കനൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സ്മോക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ആ ഒരു മൂടിയെടുത്ത് മൂടി കൊടുക്കണം.
സ്മോക്ക് പുറത്ത് പോവാണ്ട് നമ്മൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസിനും ചിക്കനും നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇനി നമുക്കൊരു 15-20 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് വെക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ കിച്ചണിലൊക്കെ ഫുൾ ചിക്കൻ മന്തീൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നടുവിൽ വെച്ചിട്ടുള്ള ആ ഒരു കരീൻ്റെ ബൗളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. ചിക്കൻ മുഴുവൻ നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു റൈസും മസാലയും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ റൈസ് ഒരുപാടങ്ങ് വെന്ത് പോയിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ കറക്റ്റ് വേവിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നന്നായിട്ട് നമ്മൾ അടിയിൽ നിന്നേ ആ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോഴാണ് ആ റൈസിൽ കറക്റ്റ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് നമ്മുടെ മന്തി ഇവിടെ മാറ്റിയിട്ടുണ്ട്. നല്ല ചിക്കനൊക്കെ നല്ല പൂ പോലെ കുക്കായിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കൻ മന്തിക്ക് ഞാനിവിടെ സൈഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ടൊമാറ്റോ ചട്നിയാണ്. അതേപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക് വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ചിക്കൻ മന്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.